നമുക്കിന്നൊരു ക്രിസ്മസ് വൈബൊക്കെ ആയിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കാം അല്ലേ? ഈ ക്രിസ്മസ് വൈബ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടെ, ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ആ ഒരു പേരിൻ്റെ പ്രത്യേകത തന്നെ ഒരു ക്രിസ്മസ് വൈബാട്ടോ. വേറെ ഒന്നുമല്ല, ഈ ഒരു ഫ്ലവറിൻ്റെ പേര് സ്റ്റാർ ഫ്ലവർ എന്നാട്ടോ. ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ സ്റ്റാർ ഫ്ലവർ ഇല്ലായിരിക്കും അല്ലേ? അപ്പം ഈ സ്റ്റാർ ഫ്ലവർ ഉണ്ടാക്കാൻ കാണിച്ച രീതി മടക്കിയെടുക്കുക, വെട്ടിയെടുക്കുക. അത് ഒരു വെടിക്ക് രണ്ട് പക്ഷി കേട്ടോ. കാരണം നമ്മൾ കാണിച്ച രീതിയിൽ തന്നെ മടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും, അല്ലെങ്കിൽ ഒരെണ്ണം എടുത്തോളാം കേട്ടോ. അപ്പോൾ നമ്മൾ വലുതും ചെറുതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരു ലീഫ്നറൊക്കെ എടുത്ത് അതിൻ്റെ ഇതളങ്ങനെ ചുട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക, ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ. ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ സ്റ്റെമ്പൊക്കെ തയ്യാറാക്കണം അല്ലേ? അപ്പോൾ സ്റ്റെമ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു ഗ്രീൻ പേപ്പറാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഭാഗമല്ലേ, മേളും തരും. അപ്പോൾ മേളം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. താഴെ ഭാഗം നമ്മൾ കാണിച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, ഈ രീതിയിൽ കേട്ടോ. എന്നിട്ട് ആ താഴെ ഭാഗത്ത് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും അതാണായിട്ട് നമ്മുടെ മേൽഭാഗം കിട്ടും. ഇതാണ് നമ്മുടെ മേൽഭാഗം. പിന്നെ കുറച്ച് യെല്ലോ കളറൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് സ്റ്റാർ ഫ്ലവർ.